ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ചെറിയ കുറേ പീസ് തുണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ ഒരു ചെറിയ ട്രൗസർ ഇതുപോലെയുള്ളത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിതിൽ അളവുകൾ കാര്യങ്ങളൊന്നും മാർക്ക് ചെയ്യുന്നില്ല, നേരിട്ട് തന്നെ നമ്മളുടെ പഴയ ഒരു ട്രൗസർ വെച്ചിട്ട് അത് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വട്ടം ഒരു നൈറ്റി സ്റ്റിച്ച് ചെയ്തപ്പോൾ അതിൽ ബാലൻസ് ഒരു കഷ്ണം തുണി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് ഞാനപ്പോൾ ഈ ട്രൗസർ തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ബാലൻസ് കുറേ കഷ്ണം തുണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ട്രൗസറുകളൊക്കെ തയ്ച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ വീട്ടിലിടാനായിട്ട് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം ഈ തുണിയിൽ കുറച്ച് ലെങ്ത്ത് കുറവായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ലെങ്ത്തിൽ വേറൊരു കഷ്ണം ജോയിൻ ചെയ്തിട്ടാണ്, രണ്ട് കഷ്ണങ്ങൾ ജോയിൻ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഇത് കറക്റ്റ് മെഷർമെൻറ്റിലുള്ളത് തുണിയാക്കി എടുത്തേക്കുന്നത്. അപ്പം നമ്മളിത് സാധാരണ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് ഫ്രണ്ടും ബാക്കും എന്ന രീതിക്ക് നമുക്ക് ഫോൾഡ് ചെയ്ത് എടുക്കാം. ഒരു ഭാഗം നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗവും അതുപോലെ അപ്പുറത്തെ ഭാഗം ഓപ്പണായിട്ട് വരുന്ന ഭാഗമുള്ളതാണ്. അപ്പം നമ്മൾ ഈ ഫോൾഡ് ചെയ്ത ഭാഗത്താണ് നമ്മൾ ഈ ട്രൗസർ നമ്മൾ കറക്റ്റായിട്ട് ഒപ്പം പിടിച്ച് രണ്ടാക്കി മടക്കിയതിന് ശേഷം നമ്മൾ കണ്ട ഈ ഫോൾഡ് വരുന്ന ഭാഗത്ത് ട്രൗസറിൻ്റെ ഈ ഭാഗവും അതുപോലെ അവിടെ ജോയിൻ്റ് വരുന്ന ഭാഗം അപ്പുറത്തെ സൈഡിലായിട്ട് വരുന്ന രീതിക്കാണ് നമ്മൾ വെക്കുന്നത്. ഈ അളവ് ട്രൗസർ നമ്മൾ ഇട്ടതിന് ശേഷം പിന്നെ ചോക്ക് വെച്ച് നമ്മളിതുപോലെ മാർക്ക് ചെയ്തെടുക്കുകയാണ്. കറക്റ്റ് ആ അളവിന് തന്നെ മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ചുറ്റും താഴെ നമുക്ക് മടക്കി തയ്ക്കാനും അതുപോലെ സൈഡിൽ സ്റ്റിച്ച് ചെയ്യാനും വേണ്ടിയിട്ട് തയ്യൽ തുമ്പും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. താഴെ ഞാനൊരു 1.5 ഇഞ്ചും അതുപോലെ തന്നെ സൈഡിൽ ഒരു ഇഞ്ചും പിന്നെ നമ്മൾ മുകളിൽ എൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു ഇലാസ്റ്റിക്കാണുള്ളത്. അപ്പം ഞാൻ അത് വെച്ചിട്ടാണ് മടക്കി തയ്ക്കുന്നത്. അപ്പോൾ ആ മടക്കി തയ്ക്കാനുള്ള മുകൾ ഭാഗത്തും ഉള്ള തയ്യൽ തുമ്പും നേരിട്ട് ഞാനിപ്പോൾ ഇതിൽ വരയ്ക്കുന്നില്ല. ഇപ്പോൾ ഇത് വരച്ചതിന് ശേഷം തയ്യൽ തുമ്പോട് കൂടി തന്നെയാണ് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നത്. വലിയ ഇലാസ്റ്റിക് വെക്കുകയെന്ന് വെച്ചാൽ അതിനനുസരിച്ച് 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിന് മുകളിൽ നമ്മൾ 2 ഇഞ്ചോളം വിട്ടതിന് ശേഷം വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. എൻ്റെ കയ്യിലൊരു ചെറിയത് ബാലൻസ് ഉണ്ട്, അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് തയ്ക്കുന്നത്. ഇപ്പം ഞാൻ തയ്യൽ തുമ്പൊക്കെ അടക്കം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം സെൻറ്റർ ഞാൻ കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് താഴത്തെ ഭാഗം മടക്കി തയ്ച്ചു കൊടുക്കാം. താഴത്തെ ഭാഗം മടക്കി തയ്ച്ചതിന് ശേഷം പിന്നെ നമ്മൾ അതിൻ്റെ 2 വശവും, അതായത് ആദ്യം നമ്മൾ ഒരു കാലിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് അതിൻ്റെ അളവ് നമുക്ക് എത്രയാണോ റൗണ്ട് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റൗണ്ടിനുള്ളത് നമ്മൾ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് ജോയിൻ ചെയ്യില്ല. നമ്മൾ അവിടെ നിന്ന് ചെരിച്ച് നമ്മൾ ആ ഒരു ചെരിവ് പോലെ കണ്ട അവിടേക്ക് നമ്മൾ ചെരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. റൗണ്ട് നമ്മുടെ നോക്കിയിട്ട് റൗണ്ടിനനുസരിച്ച് നമ്മൾ അവിടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനൊരു 2-3 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ നമ്മൾ ഈ ഒരു 2 കാലും നമ്മളിപ്പോൾ ചെയ്തെടുക്കുകയാണ്. ഈ 2 കാലും ചെയ്തെടുത്തതിന് ശേഷം നമ്മളിനുള്ളിൽ നിന്ന് മറച്ച് പുറത്തേക്ക് ഇട്ടിട്ട് നല്ല ഭാഗങ്ങൾ എടുത്തതിന് ശേഷം പിന്നെയാണ് നമ്മൾ ബാക്കിയുള്ള ഈ ഒരു ഭാഗത്തെ ജോയിൻറ്റ് നമ്മൾ ചെയ്യുന്നത്. നല്ല വശത്തേക്ക് 2 കാലും നമ്മൾ തയ്ച്ചതിന് ശേഷം ഇട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ പിന്നെ ഇതുപോലെ കണ്ട ഇപ്പം ഞാനിവിടെ ഈ ജോയിൻറ്റ് വന്നേക്കുന്നത് 2 പീസ് തുണികൾ ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായില്ല, അതുകൊണ്ടാണ് അവിടെ ആ ജോയിൻറ്റ് വന്നേക്കുന്നത്. ഇനി നമ്മളിതിൻ്റെ ബാക്കിയുള്ള ഭാഗം ജോയിൻറ്റ് ചെയ്യാനായിട്ട് 2 കാലിൻ്റെയും നമ്മൾ അറ്റങ്ങൾ തമ്മിൽ എടുക്കുക. അതിൻ്റെ നല്ല വശങ്ങൾ ചേർത്ത് പിടിച്ചിട്ട് വേണം നമ്മൾ അതിൻ്റെ അരികത്ത് കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. ഇതുപോലെ നമ്മൾ പിടിച്ചിട്ട് ഫുള്ള് റൗണ്ട് നമ്മൾ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം ഫുൾ റൗണ്ട് നമ്മളതൊന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ പുറത്തു കൂടെ അതൊന്ന് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പതിപ്പിച്ച് ഒരു സ്റ്റിച്ചും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതടിച്ചതിന് ശേഷം പതിപ്പിച്ചടിച്ചതിന് ശേഷം പിന്നെ നമ്മളുടെ അതിൻ്റെ ബാക്കിയെല്ലാ ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഇലാസ്റ്റിക് പിടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിത് അളവുകൾ കാര്യങ്ങളൊന്നും മാർക്ക് ചെയ്യൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പഴയൊരു ട്രൗസർ ഉണ്ടെങ്കിൽ നമുക്കത് വെച്ച് നേരിട്ട് വരച്ച് തുണിയിലേക്ക് വരച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റും. നമുക്ക് വീട്ടിലൊക്കെ കുട്ടികൾക്ക് ഇട്ടെടുക്കാനൊക്കെ നല്ലതാണ്. എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞത് ഈ ഒരു ചെറിയൊരു ഇലാസ്റ്റിക്കാണ്. അപ്പോൾ ഈ ഇലാസ്റ്റിക് ഞാൻ മുകൾ ഭാഗത്ത് വെച്ച് ഒരു സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ നന്നായി ഈ ഇലാസ്റ്റിക് വലിച്ച് പിടിച്ചിട്ടാണ് പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്.
അപ്പോൾ ഇലാസ്റ്റിക് ഉള്ളിൽ വെച്ച് നമ്മൾ 2 മടക്ക് മടക്കി അതിൻ്റെ ഉള്ളിലേക്ക് ഇലാസ്റ്റിക് വരുന്ന രീതിക്ക് ഫുള്ളായിട്ട് നമ്മൾ റൗണ്ട് ഫുള്ളും ഇലാസ്റ്റിക് അടിച്ചു കൊടുക്കുക. അത് കഴിയുമ്പോൾ നമ്മുടെ ഈ അറ്റത്തുമ്പോൾ നമ്മൾ ഫസ്റ്റ് തുടങ്ങിയതും അതുപോലെ തന്നെ അവസാനിക്കുന്ന ഈ ഇലാസ്റ്റിക് ഇട്ടിട്ടുള്ളത് ഇത് നമ്മൾ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 അറ്റങ്ങളും തമ്മിൽ നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കുക. സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിൻ്റെ ഇലാസ്റ്റിക് നല്ലോണം വലിച്ചു പിടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇലാസ്റ്റിക് വലിച്ചു പിടിച്ച് ആ തുണിയുടെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിത് ലാസ്റ്റ് നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ നമുക്കപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടും. ഇതിങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ പിന്നെ ഒരു പ്രാവശ്യം കൂടി ഫുള്ളായിട്ട് ഒന്നും കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് തന്നെ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഇലാസ്റ്റിക് നമ്മുടെ ഇഷ്ടത്തിന് 1 ഇഞ്ചിൻ്റെ 1.5 ഇഞ്ചിൻ്റെ ഒക്കെ ഇലാസ്റ്റിക് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ഇലാസ്റ്റിക്കാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അതാ കണ്ട നമുക്ക് ഇതുപോലെ ഒരു ട്രൗസർ നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പൊന്നൂസ് ഇത് ഇട്ടിട്ട് നടക്കണ കുറച്ച് വീഡിയോസാണ് പിന്നെ ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.